Hi all, calculator M plus button M minus button MRC button usage എന്താന്ന് നോക്കിയാലോ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 5 into 4 plus 8 into 2 ആണെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്നത് എങ്ങനെയാണ്? 5 into 4 20 plus 8 into 2 16 20 plus 36. ഇത് M plus ബട്ടണും MRC ബട്ടണും യൂസ് ചെയ്താലോ എങ്ങനെയാണ്? ഫസ്റ്റ് നമ്മൾ നമ്മുടെ കാൽക്കുലേറ്റർ ക്ലിയർ ചെയ്യണം. എം എന്നുള്ള സിമ്പലും ഇങ്ങനെ എന്തെങ്കിലും നമ്പേഴ്സ് ഉണ്ടെങ്കിൽ അത് ഫസ്റ്റ് ക്ലിയർ ചെയ്യണം. അത് ഫസ്റ്റ് ക്ലിയർ ചെയ്യാൻ നമ്മൾ ചെയ്യേണ്ടത് 2 തവണ MRC ബട്ടൺ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് AC ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അങ്ങനെയാകുമ്പം നമ്മുടെ ഡിസ്പ്ലേ ക്ലിയർ ആവും, മെമ്മറി ക്ലിയർ ആവും. ഇനി നമ്മളിത് ചെയ്യുമ്പം 5 into 4 plus 8 into 2 ആണ്. 5 into 4 M plus ബട്ടൺ 8 into 2 M plus. അതായത് പ്ലസിന് പകരം നമ്മൾ M plus ബട്ടൺ ക്ലിക്ക് ചെയ്തു. M plus ബട്ടനാണ് ക്ലിക്ക് ചെയ്തത്. അതായത് മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യുക, എന്നിട്ട് ആഡ് ചെയ്യുക. മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യുക, തന്നെ ആഡ് ചെയ്യുക. നമ്മുടെ ഫൈനൽ ആൻസർ അതിൻ്റെ മെമ്മറി സ്റ്റോർഡ് ആണ്. അതിൻ്റെ ആൻസർ നമുക്ക് ഡിസ്പ്ലേ ആവാൻ വേണ്ടി എന്ത് ചെയ്യണം? MRC ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആൻസർ 36 എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ എന്താണ് നമ്മൾ ചെയ്തത്? ഫസ്റ്റ് 5 into 4 ടൈപ്പ് ചെയ്യുക, ദെൻ M plus ബട്ടൺ ടൈപ്പ് ചെയ്യുക, ദെൻ 8 into 2 എന്ന് ടൈപ്പ് ചെയ്യുക, വീണ്ടും M plus ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇതാണ് നമ്മുടെ ഓപ്പറേഷൻ. പിന്നെ ഫൈനൽ ആൻസർ കിട്ടാൻ വേണ്ടി എന്ത് ക്ലിക്ക് ചെയ്യണം? MRC ബട്ടൺ, മെമ്മറി റീകോൾ ചെയ്യണം. അപ്പോൾ MRC ബട്ടൺ എത്ര ടൈം? 1 ടൈം ക്ലിക്ക് ചെയ്യണം. ഇനി കാൽക്കുലേറ്റർ ക്ലിയർ ചെയ്യാനായിരുന്നെങ്കിൽ MRC ബട്ടൺ എത്ര തവണയായിരുന്നു ക്ലിക്ക് ചെയ്യേണ്ടത്? 2 ടൈംസ് ആയിരുന്നു. ഇപ്പോൾ നമുക്ക് 46 into 8 plus 38 into 42 ആണ് ചെയ്യേണ്ടതെങ്കിൽ എന്ത് ചെയ്യണം? ഫസ്റ്റ് കാൽക്കുലേറ്റർ 46 into 8 M plus 38 into 42 M plus. നമ്മുടെ ഓപ്പറേഷൻ കഴിഞ്ഞല്ലോ. ഇനി എന്താ ചെയ്യേണ്ടത്? ഇതിൻ്റെ ഫൈനൽ ആൻസർ കിട്ടാൻ വേണ്ടി MRC ബട്ടൺ. അപ്പോൾ എത്ര കിട്ടി? 1964. അതായിരിക്കും ഇതിൻ്റെ ആൻസർ വരുന്നത്. അപ്പോൾ ഇതുപോലെ 3 ഫംഗ്ഷൻ ഉണ്ടെങ്കിലോ 20 into 36 plus 38 into 42 plus 64 into 89. ഇനി 3 ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഇത് എന്ത് ചെയ്യണം? സെയിം മെത്തേഡ്. അതാണ് ഫസ്റ്റ് ക്ലിയർ ചെയ്യുക, ദെൻ 20 into 36 M plus 38 into 42 M plus 64 into 89 M plus. പിന്നെ എന്താണ്? റീകോൾ ചെയ്യണം. MRC ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ആൻസർ 8012 കിട്ടി. M പ്ലസ് ഫംഗ്ഷൻ മനസ്സിലായല്ലോ. ഇനി നമുക്ക് M മൈനസ് ഫംഗ്ഷൻ നോക്കിയാലോ. 20 into 36 മൈനസ് 8 into 2 ചെയ്യേണ്ടതെന്ന് നോക്കാം. ഫസ്റ്റ് ക്ലിയർ ചെയ്യുക, ദെൻ 20 into 36 M പ്ലസ് ഇനി എന്താണ്? 8 into 2 8 into 2 അതെന്തായിരുന്നു ചെയ്യേണ്ടത്? സബ്ട്രാക്ട്. അതുകൊണ്ട് M മൈനസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ദെൻ ആൻസർ റീകോൾ ചെയ്യണമല്ലോ. അപ്പോൾ MRC എത്രയാണ്? 704 ആണ് ചെയ്തത്. 20 into 36 എന്ന് ടൈപ്പ് ചെയ്തിട്ട് M പ്ലസ് ക്ലിക്ക് ചെയ്യുക, അതായത് മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യുക, ദെൻ 8 into 2 എന്ന് ക്ലിക്ക് 8 into 2 ഇതിൻ്റെ റിസൾട്ട് എത്രയാണ്? 16. 16 എന്താണ് ചെയ്യേണ്ടത്? 20 into 36 എന്ന് സബ്ട്രാക്ട് ചെയ്യുകയാണ്. അതുകൊണ്ട് M മൈനസ് ക്ലിക്ക് ചെയ്യുക, ദെൻ ആൻസർ കിട്ടാൻ വേണ്ടി എന്താണ്? MRC ക്ലിക്ക് ചെയ്യുക. നമുക്ക് ആൻസർ കിട്ടും. ഇനി 20 into 36 പ്ലസ് 38 into 42 മൈനസ് 64 into 89 ആയിരുന്നെങ്കിലോ. അപ്പോൾ എന്ത് ചെയ്യണം? ക്ലിയർ ചെയ്യുക. 20 into 36 M പ്ലസ് 38 into 42 M പ്ലസ് 64 into 89 M മൈനസ്. ഇനി എന്താ ചെയ്യേണ്ടത്? റീകോൾ ചെയ്യണം. അപ്പോൾ എത്രയാണ്? മൈനസ് 3380. ഇവിടെ എന്താണ് ചെയ്തത്? ഫസ്റ്റ് കാൽക്കുലേറ്റർ ക്ലിയർ ചെയ്തു, ദെൻ 20 into 36 എന്ന് അടിച്ചു, ദെൻ എന്താണ്? M പ്ലസ് ക്ലിക്ക് ചെയ്തു, ദെൻ എന്താണ്? 38 into 42 എന്ന് അടിച്ചു, പിന്നെ എന്താണ്? M പ്ലസ് ക്ലിക്ക് ചെയ്തു, പിന്നെ എന്താണ്? 64 into 89 എന്ന് ടൈപ്പ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് എന്താണ്? M മൈനസ് ക്ലിക്ക് ചെയ്തു. ഫൈനൽ ആൻസർ കിട്ടാൻ വേണ്ടി റീകോൾ ചെയ്തു MRC ബട്ടൺ.
നമുക്ക് ഫൈനൽ ആൻസർ കിട്ടും. ഒരു ബേസിക് കാൽക്കുലേറ്ററുള്ള M+M- Mrc ബട്ടൺ എങ്ങനെ യൂസ് ചെയ്യാമെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. താങ്ക് യു ഓൾ.